21-നാണ് HSSC എക്കണോമിക്സിന്റെ എക്സാം വരുന്നത്. എല്ലാവരും ലാസ്റ്റ് റൗണ്ട് പ്രിപ്പറേഷനിലായിരിക്കും അല്ലേ? ഏകദേശം 10 ദിവസമാണ് ഇനി നമ്മുടെ മുന്നിലുള്ളൂ. നിങ്ങളുടെ പഠനം കുറച്ചുകൂടെ എഫക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് CCയിൽ 10 ഡേയ്സ് ബൂസ്റ്റർ ബാച്ച് കറന്റ് റണ്ണിംഗ് ആണ്. 10 ദിവസം കൊണ്ട് 20 മണിക്കൂർ എന്ന രീതിയിലാണ് ക്ലാസ് ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ ഒന്ന് നോക്കിയാലോ. മൈക്രോ എക്കണോമിക്സിൽ ലീനിയർ എക്സ്പെൻഡിച്ചർ സിസ്റ്റം ആണ് ഈ കാണുന്നത്. നമ്മൾ ആരാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്, എന്താണ് ഇത് ക്ലിയർലി പറയുന്നത് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞതിന് ശേഷമാണ് നമ്മൾ ക്വസ്റ്റ്യൻസിലേക്ക് പോകുന്നത്. ക്വസ്റ്റ്യൻസ് കണ്ടോ, ക്വസ്റ്റ്യൻസ് നമ്മളതിന് ശേഷം എക്സ്പ്ലനേഷൻസും എല്ലാം കൊടുത്താണ് മുന്നോട്ട് പോകുന്നത്. അടുത്ത നമ്മുടെ മൊഡ്യൂളാണ് നിങ്ങൾക്ക് അറിയുന്നത് പോലെ തന്നെ വെൽഫെയർ എക്കണോമിക്സ്. അതിൻ്റെ അത് ഗ്രോത്ത്, നമുക്ക് ഓരോ വെൽഫെയർ ക്രൈറ്റീരിയാസ് ഉണ്ട്, അതെന്താണെന്നൊരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ കൊടുത്തതിന് ശേഷമാണ് നമ്മൾ ക്വസ്റ്റ്യൻസിലേക്ക് പോകുന്നത്. അസേർഷൻ ടൈപ്പ്, സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ്, MCQ എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മാക്രോ എക്കണോമിക്സിലെ ഒരു പ്രധാനപ്പെട്ട ഏരിയയാണ് കൺസെപ്ഷൻ തിയറീസ് എന്ന് പറയുന്നത്. അപ്പോൾ കെയ്ൻസിൻ്റെയും കുസ്നെറ്റിൻ്റെയും എല്ലാ കൺസെപ്ഷൻ തിയറീസിനെ ആസ്പദമാക്കിയിട്ട് ക്വസ്റ്റ്യൻസും നോട്ട്സും എല്ലാം നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് ലൈവ് ക്ലാസ്സിലെ മാത്രം നോട്ട്സും ക്വസ്റ്റ്യൻസും ആണ് നിങ്ങൾ കാണുന്നത്. അതിൻ്റെ കൂടാതെ തന്നെ നമ്മൾ എക്സ്ട്രാ നോട്ട്സും എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. മാക്രോ എക്കണോമിക്സിലും നമ്മുടെ 3rd മൊഡ്യൂളിലും അതുപോലെ തന്നെ 4th മൊഡ്യൂളിലും ഒരേപോലെ കാണുന്ന ഒരു ഏരിയയാണ് ഡിമാൻഡ് ഫോർ മണി കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ തിയറീസും അത് കൂടാതെ തന്നെ എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻസ് എങ്ങനെയൊക്കെയാണ് വരുന്നതെന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു പോകുകയാണ്. അപ്പോൾ നമ്മൾ ലൈവ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ കാണിക്കുന്നത്. അത് കൂടാതെ തന്നെ എക്സ്ട്രാ നോട്ട്സും എല്ലാം നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് മതി നിങ്ങൾക്ക് HSSC ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മുടെ ക്വാണ്ടിറ്റേറ്റീവിൽ വളരെ ഇമ്പോർട്ടൻറ്റും കുറച്ചുകൂടി ടഫറായിട്ട് എല്ലാവർക്കും ഫീൽ ചെയ്യുന്ന ഒരു ഏരിയയാണ് നമ്മുടെ ബിഗ് M മെത്തഡ്, ലീനിയർ പ്രോഗ്രാമിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. ആ ഒരു ഏരിയാസ് നമ്മൾ നോക്കുമ്പോഴത്തേക്കും അത്യാവശ്യം ടഫറായിട്ട് എല്ലാവർക്കും ഫീൽ ചെയ്യും. കാരണം കുറേ ഗ്യാപ്പിന് ശേഷമൊക്കെ ഈ ഏരിയ കാണുമ്പോൾ അതൊക്കെ എങ്ങനെ സിംപ്ലിഫൈ ആയിട്ട് പഠിക്കാമെന്ന് നമ്മളിവിടെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസ് ഒക്കെ എങ്ങനെയാണ് ഈ ഒരു ഏരിയാസിൽ നിന്ന് വരുന്നത്. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ടാണ് നമ്മൾ നമ്മുടെ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ ലാസ്റ്റ് റൗണ്ട് കുറച്ചുകൂടെ എഫക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് ഇത് തന്നെ മതി ധാരാളം. അപ്പോൾ എല്ലാവരും ഈ അവസരം ഉപയോഗപ്പെടുത്തുക. കൂടുതൽ വിവരങ്ങൾക്കും കോഴ്സിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക.